ഹായ് ഓൾ, ലോസ് ഓഫ് മോഷൻ്റെ എൻട്രൻസിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ടൈം വെറുതെ വേസ്റ്റ് ചെയ്യണ്ട. ഓക്കെ, നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ സ്ക്രീനിലുണ്ട്, പെട്ടെന്ന് വായിച്ചു നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാ കണ്ടുപിടിക്കുക. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് സ്മോളർ ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. കറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് പ്രപ്പോർഷണൽ ടു നോർമൽ ഫോഴ്സ്, നോർമൽ റിയാക്ഷൻ. ശരിയാണ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ ഫോഴ്സ് എന്നാണ്. ഇനി ഫ്രിക്ഷണൽ ഫോഴ്സ് ഒപ്പോസസ് റിലേറ്റീവ് മോഷൻ. ഫ്രിക്ഷണൽ ഫോഴ്സ് റിലേറ്റീവ് മോഷനെ ഒപ്പോസ് ചെയ്യുന്നതാണ്, അതും കറക്റ്റാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഹാസ് ഡയമെൻഷൻ ഓഫ് ലെങ്ത് എന്നാണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു മ്യൂ എൻ എന്നാണ് അല്ലേ. അപ്പം മ്യൂവിൻ്റെ ആൻസർ എത്ര വരും? മ്യൂവിൻ്റെ ആൻസർ എത്ര വരിക? എഫ് ബൈ എൻ എന്നാണ്. ഇവിടെ മേലുള്ളത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണല്ലേ, താഴെയുള്ളത് നോർമൽ ഫോഴ്സാണ്. രണ്ട് ഫോഴ്സാണ്, അപ്പോൾ ക്യാൻസൽ ആവും. അപ്പോൾ നോ യൂണിറ്റ് നോ ഡയമെൻഷൻ അല്ലേ. അപ്പം ഡയമെൻഷൻ ഇല്ല, അപ്പം നോ ഡയമെൻഷനാണ്. അപ്പം നോ ഡയമെൻഷൻ ഇല്ല മക്കളെ. അപ്പം ഡയമെൻഷൻ ഇല്ല, പക്ഷെ ഇവിടെ ലെങ്തിൻ്റെ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതല്ലേ ആൻസർ. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അതാണ്. അടിപൊളിയല്ലടാ. അടുത്ത് ഇതൊക്കെ സൂക്ഷിക്കണം കേട്ടോ, കൊച്ചു സംഭവമാണ്, പക്ഷേ ഭയങ്കര സംഭവമായിട്ട് നമ്മൾ തെറ്റിച്ചളായി. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ, ആ പിക്ചർ ഒന്ന് ഞാൻ മോഡിഫൈ ചെയ്യാം. അതിനകത്തൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ നമുക്ക് തോന്നും. അവിടെ ഒരു മേളിൽ നിന്ന് സീലിങ്ങിൽ നിന്നോ കമ്പിയിൽ നിന്നോ എവിടെ നിന്നെങ്കിലും ഒരു പുള്ളി തൂക്കിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇത്രയും പാർട്ടെന്ന് പറയുന്നത് അതിൻ്റെ ഫ്രെയിമാണ്. ആ ഫ്രെയിമിൽ നിന്ന് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കും. ആ ആക്സിലിൽ നിന്നാണ് അടുത്ത നൂല് പോയിരിക്കുന്നത്, അടുത്ത ത്രെഡ് പോയിരിക്കുന്നത് കേട്ടോ. ഞാനിവിടെ ഒന്ന് കാണിക്കാം. ഇവിടെ നിന്നൊരു കയറിങ്ങനെ കയറി ഇങ്ങനെ വന്ന് വേറൊരു പുള്ളി കൂടെ കയറ്റി ഇതിൻ്റെ ആക്സിലിൽ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുന്നു. പിന്നെ ഈ ഫ്രെയിമിൽ നിന്ന് ഇവിടെ വേറൊരു കയറാണ്. ആ കയറിന് ഈ താഴെയുള്ള കയറുമായിട്ട് ഒരു ബന്ധമില്ല. ഇത്രയും സ്ഥലം ഒറ്റ കയറാണ്. ഇവിടെ നോക്കി, ഇത്രയും സ്ഥലം ഒറ്റ കയറാണ്. അപ്പോൾ ആ ഒറ്റ കയറിൽ ഒരു ടെൻഷനേ ഉണ്ടാവും. നമ്മളൊരു ഫോഴ്സ് കൊടുത്താൽ അതിന് ഈക്വലായിട്ടുള്ള ടെൻഷൻ അത് ജനറേറ്റ് ചെയ്യും. കൂടുതൽ ഫോഴ്സ് കൊടുത്താൽ ആ കൂടിയ ഫോഴ്സിന് ഈക്വലായിട്ടുള്ള ടെൻഷൻ അത് ജനറേറ്റ് ചെയ്യും. അങ്ങനെ ജനറേറ്റ് ചെയ്യുമെന്ന് പറയാൻ കാരണം, അങ്ങനെ ജനറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ബ്രേക്ക് ആണല്ലോ. അപ്പം നമുക്കിവിടെ നമ്മൾ എഫ് എന്ന് പറയുന്ന ഫോഴ്സ് താഴോട്ട് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇവിടെ എന്തുണ്ടാവും? ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഈ കയറിലൊക്കെ ആ ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്കത് വരയ്ക്കാം. അപ്പോൾ ഞാൻ അത് വരച്ച് കാണിക്കാം. നോക്കൂ, ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ടെൻഷനാണ് ഈക്വൽ ടു ഫോഴ്സാണ്. ഓക്കെ, ഈ കയറിലൊക്കെ ആ ടെൻഷനുണ്ട്. ഓക്കെ, ഇനി ഒരു കയറിനെ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ ഈ കയർ വലിഞ്ഞ് നിൽക്കുകയല്ലേ. ഒരു കയറിങ്ങനെ നോക്കൂ, ആ കയറിങ്ങനെ വലിഞ്ഞ് നിൽക്കുകയാണല്ലേ. വലിഞ്ഞ് നിൽക്കുമ്പോൾ മേലോട്ടും താഴോട്ടും ഫോഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരേ ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടെൻഷനാണ്. അപ്പോൾ ഈ ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് മേലോട്ടും താഴോട്ടും വരാം. ഓക്കെ, അത് നിങ്ങൾ സിറ്റുവേഷൻ എടുക്കുന്നതനുസരിച്ച് വരയ്ക്കാം. അപ്പോൾ അല്ലാതെ സാറിന് ഭ്രാന്തുള്ള വീട്ട് ഒരു കയറിൽ മേലോട്ടും താഴോട്ടും ആരോഗ്യം വരച്ച് എഫ് എന്ന് ചുമ്മാ എഴുതിയതല്ല. ഒറ്റ കയറാണ്, ആ കയറിൻ്റെ മേലോട്ടും താഴോട്ടും വലിവുണ്ട്. അപ്പോൾ ഒരു കയറിൽ ഒരു വലിവേ വരൂ, അപ്പോൾ അത് എഫ് ആണ്. അപ്പം മേലോട്ടും എടുക്കാം, താഴോട്ടും എടുക്കാം. ഓക്കെ, അത് സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ എടുത്തോളാം, ടെൻഷൻ പിടിക്കരുത്. ഇനി നമ്മൾ ചിന്തിക്കുക, ഇവിടെ നിങ്ങൾ തന്നെ ഇവിടെ നോക്കുക. ഈ 100 കിലോഗ്രാം ഫോഴ്സ് ബോഡി ഇവിടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് mg ആണ് അല്ലേ. എം എത്ര? 100 ആണ്. ജിയുടെ വാല്യൂ 9.8 ആണ്. ഓക്കെ, അപ്പോൾ ഇതെത്ര വരും? 980 എന്ന് വരും. ഈ 980യെ ബാലൻസ് ചെയ്യുന്നു ആരെന്ന് നേരെ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഇവിടെ നോക്കുക, 980 ന്യൂട്ടൺ താഴോട്ടുണ്ട്. ഓക്കെ, അതിനെ ബാലൻസ് ചെയ്യുന്നു ഇതിലുള്ള ഈ എഫും ഈ മേലോട്ടുള്ള ഈ എഫും. ഈ മേലോട്ടുള്ള ഈ എഫും, അതായത് 2F എന്തിനെ ബാലൻസ് ചെയ്യുന്നു? 980യെ ബാലൻസ് ചെയ്യുന്നു. അത് സൂക്ഷിച്ചെടുക്കണം. നോക്കൂ, അപ്പോൾ 2F എന്ന് പറയുന്നത് 980ക്ക് ഈക്വലാണ്. അപ്പോൾ എഫിൻ്റെ ആൻസർ 490 ആണ്. ഇത്രയും മനസ്സിലായി. ഓക്കെ, ഇനി നിങ്ങൾ വേറെ ഒന്നും ആവശ്യമില്ലാതെ ഒന്നും ചിന്തിക്കരുത്. പോയിൻ്റ് P നിങ്ങൾ കണ്ടു. ഇവിടെ ഉള്ള ടെൻഷൻ എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, ആ ടെൻഷൻ എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ടെൻഷൻ മേലോട്ടാണ്. ഓക്കെ, താഴോട്ട് എത്ര ഫോഴ്സ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. താഴോട്ട് ഒരു ഫോഴ്സ് നിങ്ങൾ അപ്ലൈ ചെയ്ത ഫോഴ്സ്. അപ്പം 3 ഫോഴ്സുകൾ താഴോട്ടുണ്ട്, ഒരു ഫോഴ്സ് മേലോട്ടുണ്ട്. എക്വിലിബ്രിയത്തിൽ മേലോട്ടും താഴോട്ടുള്ള ഈക്വൽ അല്ലേ. അപ്പോൾ T ഈക്വൽ ടു ആയിരിക്കും എന്തിന്? 3F അല്ലേ.
അപ്പോൾ 3 ഇൻറ്റു എഫിൻ്റെ ആൻസർ 490 ആണ്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക 1470 എന്ന് വരും. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. അടിപൊളിയല്ലേ? ടെൻഷൻ പിടിക്കല്ലേ? ഓക്കെ, കയറിൽ ടെൻഷൻ ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. ഓക്കെ, പേടിക്കൊന്നും ചെയ്യരുത്. അപ്പോൾ അവിടെ മേലോട്ടൊരു ടി ഉണ്ട്, ആ ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. താഴോട്ട് എത്ര ഫോഴ്സ് ഉണ്ട്? എഫ് എഫ് എഫ്. അപ്പോൾ 3F ടിയെ അതുമായിട്ട് ബാലൻസ് ചെയ്യുക. അപ്പോൾ ടി ഈക്വൽ ടു 3F. ഇനി എഫിൻ്റെ വാല്യൂ ആൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു, ആ വാല്യൂ ഇടുക. യു വിൽ ബി ഗെറ്റിംഗ്. അടിപൊളിയല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പം നമ്മൾ ചെയ്തത് നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, എ ബോയ് സ്റ്റാൻഡ്സ് ഓൺ എ വെയിങ് മെഷീൻ ഇൻസൈഡ് എ ലിഫ്റ്റ്. ഓക്കെ, നോക്കൂ, സൈക്കോ ആണോ? അല്ല, നോക്കൂ, അവൻ ഫിസിക്സ് പഠിച്ച് എന്തൊക്കെ ചെയ്യാൻ പോകുന്നു, സയൻറ്റിസ്റ്റ് ആവാനുള്ള ശ്രമമാണ്. ഓക്കെ, പയ്യൻ ലിഫ്റ്റിൻ്റെ അകത്ത് ഒരു വെയിങ് മെഷീനിൽ കയറി നിൽക്കുന്നു. ലിഫ്റ്റ് ഈസ് മൂവിങ് ഡൗൺ വിത്ത് ആക്സലേഷൻ G/4. ലിഫ്റ്റ് ആദ്യം താഴോട്ട് പോകുന്നു, അതിൻ്റെ ആക്സലേഷൻ G/4 ആണ്. ഇനി മെഷീൻ ഷോസ് റീഡിങ് 30 കിലോഗ്രാം ഫോഴ്സ്. 30 കിലോഗ്രാം ഫോഴ്സാണ് കാണിക്കുന്നത്. അതിനെ ന്യൂട്ടണിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 9.8 കൊണ്ട് ഇൻറ്റു ചെയ്യുക, അല്ലെങ്കിൽ G കൊണ്ട് ഇൻറ്റു ചെയ്യുക. ലിഫ്റ്റ് ഗോസ് അപ്വേർഡ്സ് വിത്ത് ആക്സലേഷൻ G/4. വാട്ട് ഈസ് എ റീഡിങ്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്കൊരു പിക്ചർ വരയ്ക്കാം. നമ്മുടെ പയ്യൻ ലിഫ്റ്റിനകത്ത് നിൽക്കുന്ന പിക്ചർ. അപ്പോൾ ഇതാണ് നമ്മുടെ പയ്യൻ, കണ്ടോ? അവൻ്റെ വെയിറ്റ് mg ആണ്, മേലോട്ട് n ഉണ്ട്, നോർമൽ ഫോഴ്സ് ഉണ്ട്. ഇനി ആദ്യത്തെ കേസിൽ ലിഫ്റ്റ് പോകുന്നത് ഡൗൺ ആണ്, താഴോട്ട് പോവാണ്. അപ്പോൾ 2 ഫോഴ്സ് ഉണ്ട്. അപ്പോൾ താഴോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ ഏത് ഫോഴ്സ് വലുത്? താഴോട്ടുള്ള ഫോഴ്സ് വലുത്. അപ്പോൾ നെറ്റ് ഫോഴ്സ് കാണാൻ എന്താ വഴി? വലിയ ഫോഴ്സിൽ നിന്ന് ചെറിയ ഫോഴ്സ് മൈനസ് ചെയ്യണം. അപ്പോൾ mg മൈനസ് n എന്നെടുക്കണം. തെറ്റിക്കരുത്, നമ്മുടെ ഇവിടെ എത്ര ഫോഴ്സ് ഉണ്ട്? 2 ഫോഴ്സ് ഉണ്ട്. ഓക്കെ, ഇത് പോകുന്നത് എങ്ങോട്ടാണ്? താഴോട്ട്. അപ്പോൾ താഴോട്ടുള്ള ഫോഴ്സ് വലുതെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ നെറ്റ് ഫോഴ്സ് കാണാൻ ആ വലിയ ഫോഴ്സിൽ നിന്ന് ചെറിയ ഫോഴ്സ് മൈനസ് ചെയ്യുക. ഇനി ഇവിടെ നെറ്റ് ഫോഴ്സ് എങ്ങനെ കാണും? MA ഈക്വൽ ടു mg മൈനസ് n എന്നാണ്. പേടിക്കരുത് ആരും. M എഴുതി, ഇപ്പോഴത്തെ എയുടെ വാല്യൂ G/4 എന്നാണ്. ഓക്കെ, ഈക്വൽ ടു mg മൈനസ് n എന്നാണ്. പേടിച്ചില്ല ആരും. ഇനി എന്നിൻ്റെ വാല്യൂ എത്ര വരും? mg മൈനസ് mg/4 എന്നാണ്. പേടിക്കരുത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ ആൻസർ കിട്ടിയിട്ടുണ്ട്. എത്ര? 3/4 mg എന്നാണ്. പേടിച്ചില്ലാരും. ഓക്കെ, ഈ n എന്ന് പറഞ്ഞാൽ എന്താ? ഫീൽ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ വെയിറ്റ് ഫീൽ ചെയ്യുമോ? ഫീൽ ചെയ്യും. നമ്മൾ തറയിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളത് എന്നും അറിയുന്നതുകൊണ്ടാണ് നമ്മൾ ഒരു എഫക്റ്റ് ഇല്ലാത്തത്. നമ്മുടെ അച്ഛനൊക്കെ എന്നും കാണുന്നതുകൊണ്ടാണ് അച്ഛന് ഒരു വെയിറ്റ് തോന്നാത്തത്, അല്ലേ? അച്ഛനെ ഒരു മാസം ഒന്ന് മാറി എന്ന് നോക്കിയേ, അച്ഛനെ കാണുമെന്ന് തോന്നുന്നില്ലേ? അതുപോലെ തന്നെ അപ്പം നമ്മൾ തറയിൽ നിൽക്കുമ്പോൾ നമ്മൾ mg എന്ന് പറയുന്ന ഫോഴ്സ് തറയിൽ കൊടുക്കും, അതിന് ഈക്വലായിട്ടുള്ള ഫോഴ്സ് തിരിച്ചു കിട്ടും. ശരിയല്ലേ? അത് നമ്മൾ സെൻസ് ചെയ്യുന്നുണ്ട്. അത് സെൻസ് ചെയ്യുന്നു ഞാൻ പറയാൻ കാരണം, നിങ്ങൾ ഒരാഴ്ച പനി അടിച്ച് കിടന്നു വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറയും. ബോഡി വെയിറ്റ് കുറയുമ്പോൾ നിങ്ങൾ ഇത്രയും ദിവസം കൊടുത്തുകൊണ്ടിരുന്നേക്കാളും കുറഞ്ഞ mg ആയിരിക്കും തറയിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ കുറഞ്ഞ mg ആയിരിക്കും തിരിച്ച് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നും, ഒരു വല്ലായിക, അല്ലേ? ആ വല്ലായിക തോന്നിയതിൻ്റെ കാരണം എന്താണ്? നമ്മൾ കൊടുത്ത mg തറയിലോട്ട് കൊടുത്തത് കുറവാണ്. അപ്പോൾ ആ കുറഞ്ഞത് നമ്മൾ സെൻസ് ചെയ്യുന്നുണ്ട്. അതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ എന്ന് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നത് കറക്റ്റാണോ? ആണ്. നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് നമ്മുടെ വെയിങ് മെഷീൻ കാണിക്കുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് വെയിങ് മെഷീൻ കാണിക്കുന്നതാണ്. എന്ന് പറയുന്നത് എന്താണ്? വെയിങ് മെഷീൻ കാണിക്കുന്നതാണ്, നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ എന്നിൻ്റെ ആൻസർ എത്രയാണ് ഇവിടെ? എന്നിൻ്റെ ആൻസർ 30 കിലോഗ്രാം ഫോഴ്സ് എന്നാണ്. അപ്പോൾ 30 ഇൻറ്റു ന്യൂട്ടണിലോട്ട് കൺവേർട്ട് ചെയ്യാം. 30g ഈസ് ഈക്വൽ ടു 3/4 mg. അപ്പുറം g കട്ട് ചെയ്തു. ഇത് ക്രോസ് ചെയ്താൽ 120 ഈക്വൽ ടു 3m എന്ന് വരും. അപ്പോൾ എമ്മിൻ്റെ ആൻസർ 40 എന്ന് വരും. ഓക്കെ, അപ്പം എമ്മിൻ്റെ ആൻസർ 40. ഇനി രണ്ടാമത്തെ കേസിൽ ലിഫ്റ്റ് എങ്ങോട്ടാണ് പോകുന്നത്? മേളിലോട്ട് പോകുന്നു. അപ്പം മൂവിങ് അപ്പാണ്, അപ്വേർഡ്സ് ആണ് മോഷൻ. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാം? മേലോട്ട് ലിഫ്റ്റ് പോകുന്നു. അപ്പോൾ ഏത് ഫോഴ്സാണ് വലുത്? മേലോട്ടുള്ള ഫോഴ്സ് വലുതും താഴോട്ടുള്ള ചെറുതും. അപ്പം നെറ്റ് ഫോഴ്സ് എങ്ങനെ കാണും? അപ്പം നെറ്റ് ഫോഴ്സ് കാണാൻ വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യണം. വലുത് n മൈനസ് ചെറുത്. ഓക്കെ, ഇനി എഫ് എങ്ങനെ കാണും? MA. അപ്പോൾ MA ഈക്വൽ ടു എന്നിൻ്റെ ആൻസർ എനിക്കറിഞ്ഞൂടാ, mgയും അതുപോലെ എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എയുടെ വാല്യൂ എത്ര? G/4 എന്ന് തന്നെയാണ്. അപ്പോൾ എക്ക് പകരം G/4. അപ്പോൾ G/4 ഈക്വൽ ടു n മൈനസ് mg. പേടിയില്ല. ഇനി ഇവിടുന്ന് n കണ്ടുപിടിക്കുന്നു. n ഈസ് ഈക്വൽ ടു എത്ര വരും? mg/4
പ്ലസ് എം ജി എന്നാണ്. ഇപ്പോൾ എൻ ഈസ് ഈക്വൽ ടു എത്ര വരും? 5/4 എം ജി എന്ന് വരില്ലേ? വരും. ഇത്രയും മനസ്സിലായി. ഇനി നിങ്ങൾ തന്നെ നോക്കുക, ഇപ്പോഴത്തെ എൻ വാല്യൂ എത്ര എന്നാണ് ചോദ്യം. ഇപ്പോഴത്തെ എൻ വാല്യൂ എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, വാട്ട് ഈസ് എൻ? വാട്ട് ഈസ് ദിസ് എൻ? ഈ എൻ എത്ര? ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പം നമുക്ക് എൻ ഈസ് ഈക്വൽ ടു നമുക്ക് വാല്യൂ ഇടാം 5/4. എമ്മിൻ്റെ ആൻസർ എത്ര നമ്മൾ കണ്ടുപിടിച്ചത്? 40 ഇൻറ്റു ജി. ഇപ്പം കിട്ടുന്നത് നിങ്ങളുടെ ആൻസർ എന്തിലാണ്? ന്യൂട്ടണിലാണ്. ഓക്കെ, ന്യൂട്ടണിലാണ്. നമുക്കിതിനെ കിലോഗ്രാം ഫോഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ജി കൊണ്ട് 9.8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈസ് ഈക്വൽ ടു 5/4 ഇൻറ്റു 40 ജി ബൈ ജി. അപ്പോൾ ആൻസർ ഇതാ വന്നു. എത്രയാണ്? 50 എന്ന് വരും. 50 കിലോഗ്രാം ഫോഴ്സ്. ശരിയായില്ലേ? അപ്പോൾ ആൻസർ ഇതാ കിലോഗ്രാം ഫോഴ്സിൽ കിട്ടി. അടിപൊളിയല്ലേ മക്കളെ? ഇപ്പോൾ പ്രയാസപ്പെടുമോ? ഇപ്പോൾ ടെൻഷൻ പിടിക്കരുത്. ഇതൊക്കെ സാധാരണ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അടിപൊളി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് റിയർ സൈഡ്? ഇത് നമ്മൾ NCERT ന്യൂമറിക്കൽസിൽ ചെയ്ത ക്വസ്റ്റ്യനാണ് അല്ലേ? അപ്പോൾ റിയർ സൈഡ് ഓഫ് എ ട്രക്ക് ഈസ് ഓപ്പൺ ആൻഡ് എ ബോക്സ് ഓഫ് മാസ് 20 കിലോഗ്രാം ഈസ് പ്ലേസ്ഡ് ഓൺ ദ ട്രക്ക് 4 meter away from open end. The mu is 0.15 and g is 10. Truck starts from rest, moves with acceleration a is equal to 2 അല്ലേ? On a straight road, box will fall off തന്നെ at a distance x from the starting point. The value of x എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. പേടിക്കരുത്, ഞാൻ പിക്ചർ വരയ്ക്കും. നമ്മുടെ ഇവിടെ ഇതാണ് ട്രക്ക്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ബോക്സ്. 20 കിലോഗ്രാം. ഓക്കെ, ഈ ബോക്സ് എത്ര ദൂരെയാണ്? 4 meter ദൂരെയാണ്. 4 meter ദൂരെയാണ്. ഇനി ഈ ബാക്കി കാര്യങ്ങളൊക്കെ പറയണം. ഈ ബോക്സ് നിരങ്ങി താഴെ വീഴുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ബോക്സിൻ്റെ വെയിറ്റ് എത്രയാണ്? എം ജി ആണ്. തറയിൽ നിന്ന് മേലോട്ടുള്ള നോർമൽ ഫോഴ്സ് എത്ര? എൻ ആണ്. ഇവിടെ ബോക്സ് മേലോട്ട് ചാടുന്നില്ല, താഴോട്ട് കുഴിഞ്ഞു പോകുന്നില്ല. അപ്പോൾ എൻ ഈക്വൽ ടു എം ജി ആണ്. ഇത്രയും മനസ്സിലായി. ഇനി വാട്ട് ഈസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മ്യൂ എൻ എന്നാണ് അല്ലേ? ഇപ്പം മ്യൂ എഴുതി, എം ജി, എൻ എന്ന് പറയുന്നത് എം ജി. ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് കണ്ടുപിടിച്ചു. ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ബോക്സ് ആൻഡ് പ്ലാറ്റ്ഫോം നമുക്കറിയാം. ഇനി ഈ ബോക്സ് ഇപ്പോൾ എങ്ങോട്ടാണ് നീങ്ങുന്നത്? ബാക്കിലോട്ട്. ഓക്കെ, ബോക്സിൻ്റെ മണ്ടയിൽ ആരെ ഫോഴ്സ് കൊടുക്കാൻ സാധ്യതയുള്ളൂ? ട്രക്ക്. ശരിയല്ലേ? അപ്പോൾ ബോക്സിൻ്റെ മണ്ടയിൽ 2 ഫോഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ട്രക്ക് കൊടുക്കുന്ന ഫോഴ്സ്, ഒന്ന് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, ഇതിനകത്ത് ഏതാണ് ചെറുത്? ഫ്രിക്ഷൻ ചെറുത്. അതുകൊണ്ടല്ലേ നീങ്ങി അങ്ങ് പോയത്. അപ്പോൾ നെറ്റ് ഫോഴ്സ് ഓൺ ബോക്സിൻ്റെ മണ്ടയിലുള്ള നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കുകയാണ്. എന്ത് ചെയ്യണം? നെറ്റ് ഫോഴ്സ് കാണാൻ നമ്മുടെ ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, എം എ എന്ന് വിചാരിക്കുക അതിനെ, മൈനസ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, ഇതാണ് ബോക്സിൻ്റെ മണ്ടയിലുള്ള നെറ്റ് ഫോഴ്സ്. സംശയമൊന്നും ആർക്കും ഇല്ല. ഈ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എം എ എന്ന് ഞാൻ വിളിക്കാം. എം എ ഓഫ് ബോക്സ്. പേടിയൊന്നും ഇല്ല. ഓക്കെ, ഇനി ഇതിനകത്ത് എല്ലാത്തിലും എം കട്ട് ചെയ്ത് കളയാം. ബാക്കി എ മൈനസ് മ്യൂ ജി ഈസ് ഈക്വൽ ടു എ ബോക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിൽ വാല്യൂ നമുക്ക് ഇടാം. എയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ആക്സലറേഷൻ ഓഫ് ട്രക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? ആക്സലറേഷൻ ഓഫ് ട്രക്ക് തന്നിട്ടുണ്ട് 2 എന്നാണ്. അപ്പോൾ 2 മൈനസ് മ്യൂവിൻ്റെ വാല്യൂ 0.15 എന്നാണ്. ജിയുടെ വാല്യൂ 10 എന്ന് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ ഓഫ് ബോക്സ്. ആർക്കും ഇവിടെ പേടിയൊന്നുമില്ല. ഇനി നിങ്ങൾ തന്നെ പറയുക, 2 മൈനസ് എത്ര വരും? 0.15നെ 10 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 1.5 ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ ഓഫ് ബോക്സ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ തന്നെ പറയുക, ബോക്സിൻ്റെ ആക്സലറേഷൻ എത്ര? 0.5 ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ ഓഫ് ബോക്സ്. ഇത്ര മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇപ്പോൾ ബോക്സിൻ്റെ ആക്സലറേഷൻ കണ്ടുപിടിച്ചു. ബോക്സ് എത്ര ദൂരം നീങ്ങണം? താഴെ വീഴണമെങ്കിൽ 4 meter സഞ്ചരിക്കണം. അപ്പം ബോക്സിൻ്റെ കാര്യമാണ് പറയുന്നത് ഞാൻ. ബോക്സിൻ്റെ ബോക്സ് സഞ്ചരിച്ച ദൂരം കാണാം. S is equal to ut plus half at square. ഓക്കെ, ഇതിൻ്റെ റെസ്പോൺസ് കുറച്ച് കുറയുന്നു പേനയുടെ. അതാണ്
കുറച്ച് സ്ലോ ആയിട്ട് വരുന്നത്. അപ്പോൾ ബോക്സ് എത്ര ദൂരം നിരങ്ങണം? എസിൻ്റെ വാല്യൂ 4 ഈസ് ഈക്വൽ ടു ബോക്സിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എത്ര? ബോക്സ് ഇനീഷ്യലി റെസ്റ്റിലല്ലേ, 0. യുവിൻ്റെ വാല്യൂ 0, 0 ഇൻറ്റു ടി 0 പ്ലസ് ഹാഫ് എയുടെ വാല്യൂ ബോക്സിൻ്റെ എ ആണ് എഴുതേണ്ടത്. ബോക്സിൻ്റെ എ നമുക്കറിയാം 0.5 എന്നാണ്, ഇൻറ്റു ടി സ്ക്വയർ. പേടിക്കരുതാരും. ഇനി 4 ഈസ് ഈക്വൽ ടു 0.25 ടി സ്ക്വയർ എന്ന് വരും. അപ്പോൾ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 0.25 എന്ന് വരും. അപ്പോൾ ആൻസർ ഇതാ ഏകദേശം കണ്ടുപിടിക്കാറായി. ഇപ്പം നമുക്ക് കണ്ടുപിടിക്കാം. ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു മേലും താഴെയും നമുക്ക് 100 ഉണ്ടെങ്കിൽ ഇൻറ്റു ചെയ്യാം. അപ്പോൾ 400 ഡിവൈഡഡ് ബൈ 25 എന്താ? അപ്പോൾ ആൻസർ ടി സ്ക്വയറിൻ്റെ ആൻസർ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 ബൈ 25 4 ഇൻറ്റു 4 16. അപ്പോൾ ടിയുടെ വാല്യൂ 4 എന്ന് വരും. അപ്പം 4 സെക്കൻഡ് കൊണ്ട് ബോക്സ് തറയിൽ വീഴും. ഓക്കെ, ഈ 4 സെക്കൻഡ് കൊണ്ട് ട്രക്ക് ഓടിയ ദൂരമാണ് എക്സ്. ആ എക്സ് കണ്ടുപിടിക്കണം. ഇനി ട്രക്കിൻ്റെ കാര്യം മാത്രമേ ഇവിടെ ഉണ്ടാവൂ, വേറെ ഒന്നും മിണ്ടിക്കരുത്. സോ ട്രക്കിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എത്ര? 0. ട്രക്കിൻ്റെ ആക്സലേഷൻ എത്ര? 2. ഓക്കെ, ഇനി ട്രക്കിൻ്റെ ആക്സലേഷൻ 2 ആണ്. ഓക്കെ, ഈ ട്രക്ക് എത്ര സമയം കൊണ്ട്, ഈ 4 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം ഓടി? എസ് എന്ന് പറയുന്നത് എക്സ്. ആ എക്സ് എത്ര എന്നാണ് ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കും? എസ് ഇസ് ഈക്വൽ ടു പറയും യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, പേടിച്ചില്ലാരും. ഇനി എസ് ഇസ് ഈക്വൽ ടു, ഒന്ന് വെയിറ്റ് ചെയ്യാം, വരട്ടെ. ഓക്കെ, അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു യുവിൻ്റെ ആൻസർ 0, 0 ഇൻറ്റു ടി 0 ഹാഫ് എയുടെ വാല്യൂ 2 എന്നാണ്, ഇൻറ്റു ടി സ്ക്വയർ 4ൻ്റെ സ്ക്വയർ 16. ഓക്കെ, ആൻസർ ഇതാ വന്നു, 16 എന്ന ആൻസർ വരും. ഒരു പ്രയാസമില്ല, 16. ഇത് മിക്കവാറും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റൻ ആയിരിക്കും. കാരണം ഇത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഭയങ്കര സംഭവമൊന്നും അല്ലല്ലോ, ആണോ? അപ്പോൾ നമ്മൾ ഇത്ര ചിന്തിക്കുക. ആദ്യം ബോക്സിൻ്റെ കാര്യം ആലോചിക്കുക. ബോക്സിൻ്റെ മണ്ടയിൽ ട്രക്ക് കൊടുക്കുന്ന ഒരു ഫോഴ്സും കാണും, പിന്നെന്തും കാണും, ഫ്രിക്ഷനും കാണും. അപ്പോൾ ഇതിലേതാണ് വലുത്? ഫ്രിക്ഷൻ ചെറുതാണ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യാം. അതാണ് ബോക്സിൻ്റെ മണ്ടയിലുള്ള നെറ്റ് ഫോഴ്സ് എം എ. എന്ന് പറയുന്നത് എ ബോക്സ് എന്നിടുക. ഇനി അതിനകത്ത് എം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് എ ബോക്സിൻ്റെ ആൻസർ കണ്ടുപിടിച്ചു. ഇനി ബോക്സ് ഇനീഷ്യലി റെസ്റ്റില്ല. ബോക്സ് 4 മീറ്റർ ട്രാവൽ ചെയ്യണം. ഇനി ബോക്സ് എത്ര സമയം കൊണ്ട് തറയിൽ പോകുന്നു കണ്ടുപിടിക്കുക. ആ 4 സെക്കൻഡ് കൊണ്ട് ട്രക്ക് എത്ര ദൂരം സഞ്ചരിക്കുന്നു അതാണ് കണ്ടുപിടിക്കേണ്ടത്. അടിപൊളിയല്ലേ? തെറ്റിച്ചുള്ളരുത്. 2-3 ആവർത്തി ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മക്കളെ. എന്താണ്? എ ബ്ലോക്ക് ഈസ് പ്ലേസ്ഡ് ഓൺ ഇൻക്ലൈൻഡ് പ്ലെയിൻ അറ്റ് ആൻ ആംഗിൾ ആൽഫ ടു ദ ഹൊറിസോണ്ടൽ. ആയിക്കോട്ടെ, ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു ബോക്സ് ഇരിക്കുന്നു. ഇവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ ഈ ആംഗിൾ ആൽഫയാണ്. ഇനി വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ? കോഎഫിഷ്യൻ്റ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെ വാല്യൂ എത്ര? നമ്മൾ പഠിച്ചല്ലേ? ഫ്രിക്ഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. ഇവിടെ ടാൻ തീറ്റ അല്ല, ഇവിടെ ആൽഫ. അപ്പോൾ ഏതാണ്? ബോക്സ് അവിടെ റെസ്റ്റിലാണ്. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മ്യൂ നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ആൻസർ ഏതാണ്? എ ആണ്. ഓക്കെ, മ്യൂ ഈസ് ഈക്വൽ ടു എന്താണ്? ടാൻ ആൽഫ എന്നാണ്. അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം മക്കളെ. ദാ റിട്ടാർഡിംഗ് ആക്സലറേഷൻ ഓഫ് 7.35 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഡ്യൂ ടു ഫ്രിക്ഷണൽ ഫോഴ്സ് സ്റ്റോപ്സ് ദ കാർ. ഒരു കാറിൻ്റെ മണ്ടയിൽ ഒരു ആക്സലറേഷൻ കിട്ടി. ഓക്കെ, ആ ഇത് കാരണം കാർ നിന്നു. കാറിൻ്റെ മാസ് അറിയാം, 400 കിലോഗ്രാം. റോഡിൽ കൂടെ സഞ്ചരിക്കുകയായിരുന്നു. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നല്ല സിമ്പിൾ ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ റിട്ടാർഡിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സിന് ഈക്വലാണ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സിന് ഈക്വലാണ്. ഇനി നിങ്ങൾ തന്നെ പറയണം, റിട്ടാർഡിംഗ് ഫോഴ്സ് എന്ന് പറയുന്ന എം എ ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മ്യൂ എൻ. ഇനി എം എ ഈസ് ഈക്വൽ ടു മ്യൂ എഴുതി, എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എം ജി എന്നാണ്. അപ്പുറം ഇപ്പുറം എം കട്ട് ചെയ്തു. ഇനി മ്യൂ എത്ര എന്നാണ് ചോദ്യം. മ്യൂ ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ജി എന്നാണ്. എയുടെ വാല്യൂ ഉണ്ട് 7.35 ഡിവൈഡഡ് ബൈ ജിയുടെ വാല്യൂ നമുക്ക് 10 എന്നെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് 9.8 എടുത്താൽ 9.8 ആണ് എടുക്കേണ്ടത്. 10 എടുത്താൽ എത്ര? 0.735 എന്ന് വരും അല്ലേ? 10 എടുത്താൽ. പക്ഷേ 10-നേക്കാളും
കുറഞ്ഞ നമ്പറാണ്. അപ്പോൾ ആൻസർ കുറച്ചുകൂടെ കൂടുതൽ, അപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ കൂടിയ നമ്പർ ഇതായിരിക്കും. അപ്പോൾ 0.75 ആണ് എൻ്റെ ആൻസർ. അടിപൊളിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഇത് എളുപ്പമല്ലേടാ. ഇനി ഇതാ ഒരു സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ. കാർ ഈസ് നെഗോഷിയേറ്റിംഗ് എ കർവ്ഡ് റോഡ് ഓഫ് റേഡിയസ് ആർ. The road is banked at an angle theta. The coefficient of friction between tire and road mu s. The maximum safe velocity എത്ര? മാക്സിമം സേഫ് വെലോസിറ്റി എത്ര എന്നാണ് ചോദ്യം. ഇത് നമ്മൾ സ്ട്രൈറ്റ് പഠിച്ചല്ലേ. വാട്ട് ഈസ് എ സേഫ് വെലോസിറ്റി? വി ഈസ് ഈക്വൽ ടു ഇതായിരിക്കുന്നു ജി ആർ ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ. അടിപൊളിയല്ലേ? അപ്പോൾ അടിപൊളി ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. എയറോപ്ലെയിൻ എക്സിക്യൂട്ട്സ് ഹൊറിസോണ്ടൽ ലൂപ്പ് അറ്റ് സ്പീഡ് 720 km/h. അപ്പോൾ 720 km/h മീറ്റ് 5/18 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 200 m/s. ഇതാണ് അതിൻ്റെ വെലോസിറ്റി. ഓക്കെ, ഇവിടുത്തെ വിങ്സ് എത്ര ആംഗിൾ ബാങ്ക് ചെയ്യുന്നു? 45. വാട്ട് ഈസ് എ റേഡിയസ് ഓഫ് ദ ലൂപ്പ്? ഇവിടെ നമുക്ക് അറിയാവുന്ന കേസാണ്. എന്താണ്? വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. നമ്മൾ പഠിച്ചതല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ശരിയായില്ലേ? അപ്പോൾ ഇനി നമുക്കിവിടെ സ്ക്വയർ ചെയ്ത് നോക്കാം. വി സ്ക്വയർ ഈക്വൽ ടു ആർ ജി ടാൻ തീറ്റ. ഇനി ആർ എത്ര എന്നാണ്? വി സ്ക്വയർ ഡിവൈഡ് ബൈ ജി ടാൻ തീറ്റ. ഓക്കെ, ഇനി നമുക്കിവിടെ വാല്യൂ ഇട്ട് കൊടുക്കാം. 200 സ്ക്വയർ ഡിവൈഡ് ബൈ ജിയുടെ വാല്യൂ എത്ര? 10 എന്നാണ്. ടാൻ 45 എത്ര? 1. 10 × 1. ആൻസർ ഇവിടെ 200/10. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ക്യാൻസലാവും. അപ്പോൾ ഒരു 4 3 0. ഓക്കെ, അത്രയും മീറ്റർ എന്ന് പറയുമ്പോൾ 4 കിലോമീറ്റർ. 4 കിലോമീറ്റർ. ഓപ്ഷൻ ബി ആണ്. അടിപൊളിയല്ലേ? നല്ല ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമുക്കറിയാവുന്ന ഇക്വേഷനാണ് വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? 2 bodies of mass 4 kg and 6 kg are tied to the ends of a massless string. The string passes over a pulley which is frictionless. The acceleration of the system എത്ര എന്നാണ് ചോദ്യം. അടിപൊളിയല്ലേ? ഇവിടെ ഹെവിയർ ആരാ? 6 അല്ലേ? ഇത് താഴോട്ട് പോവും, ഇത് മേലോട്ട് പോവും. രണ്ടുപേരും പോകുന്ന ഒരേ ആക്സലേഷനിലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 6 കിലോഗ്രാം ബോഡിയുടെ കേസിൽ വെയിറ്റ് താഴോട്ട്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ mg താഴോട്ട്. അപ്പോൾ 6 × g. ഇനി കയറിലൊരു ടെൻഷൻ ഉണ്ടാവും, ആ ടെൻഷൻ മേലോട്ട്. ഓക്കെ, ഇനി അതുപോലെ 4 കിലോഗ്രാം ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് mg ആണ്. അപ്പോൾ mg ആണ് ഈസ് ഈക്വൽ ടു 4g ആണ്. കയറിലുണ്ടാകുന്ന ടെൻഷൻ ഒരു സംശയമില്ല, ടി തന്നെ ആയിരിക്കും. സെയിം കയറല്ലേ? അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് അറിയാം. ഒന്നുകൂടെ ഞാൻ പറയാം. ഈ ബോഡിയുടെ കേസിൽ വെയിറ്റ് താഴോട്ട് mg, ടെൻഷൻ മേലോട്ട്. ഈ ബോഡിയുടെ കേസിൽ വെയിറ്റ് താഴോട്ട്, ടെൻഷൻ മേലോട്ട്. ഇത് ഇത്രയും ഒറ്റ കയറായതുകൊണ്ട് തന്നെ ഒരു ടെൻഷൻ ആയിരിക്കും. ഇത്രയും പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഓരോ ബോഡിയുടെയും കേസ് നിങ്ങൾ പറയണം. ഞാൻ പറയാൻ പോവാണ്, ആലോചിച്ച് പറയണം. 6 കിലോഗ്രാം 6 കിലോഗ്രാം ബോഡിയുടെ കാര്യം മാത്രമേ പറയാവൂ. അതിൻ്റെ മണ്ടയിലുള്ള അത് എങ്ങോട്ടാണ് പോകുന്നത്? താഴോട്ടല്ലേ? അപ്പം നെറ്റ് ഫോഴ്സ് താഴോട്ടായിരിക്കും. നെറ്റ് ഫോഴ്സ് കാണാൻ എങ്ങനെ വഴി? കൂടുതലുള്ള ഫോഴ്സ് മൈനസ് കുറഞ്ഞ ഫോഴ്സ്. അപ്പം എങ്ങനെ? 6g - t. എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ma. അപ്പോൾ ma ഈക്വൽ ടു 6g - t. പേടിയൊന്നുമില്ല. എമ്മിൻ്റെ വാല്യൂ എത്ര? 6 അല്ലേ? അപ്പോൾ 6a ഈസ് ഈക്വൽ ടു 6g - t. ഇക്വേഷൻ നമ്പർ 1 ഇവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത ബോഡിയുടെ കേസ്. അടുത്ത ബോഡി 4 കിലോഗ്രാം 4 കിലോഗ്രാം ബോഡിയുടെ കേസ് പറയണം. 4 കിലോഗ്രാം ബോഡിയുടെ കേസിൽ എത്ര ഫോഴ്സ് ഉണ്ട്? 2 എണ്ണം. ഒന്ന് ടി മേലോട്ടും mg താഴോട്ടും. ഏതാ വലുത്? മേലോട്ടാണ് പോകുന്നത്. അപ്പം മേലോട്ടുള്ളത് വലുത്. അപ്പം നെറ്റ് ഫോഴ്സ് കാണാൻ വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുക. t - 4g. എഫ് എന്ന് പറഞ്ഞാൽ ma. അപ്പോൾ ma ഈക്വൽ ടു t - 4g. m എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ആണ്. അപ്പോൾ 4a ഈസ് ഈക്വൽ ടു t - 4g. ഇക്വേഷൻ 2. ഓക്കെ,
ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര വരും? അപ്പോൾ ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ 10a ഈസ് ഈക്വൽ ടു 6g മൈനസ് 4g. അപ്പോൾ എത്ര വരും? അത് 2g വരും. ഓക്കെ, 2g കണ്ടോ? അപ്പോൾ ഇതിൽ നിന്ന് എ എത്ര എന്നാണ് ചോദ്യം. എ ഈസ് ഈക്വൽ ടു 2g ഡിവൈഡഡ് ബൈ 10. അപ്പോൾ വെട്ടിപ്പോകുമ്പോഴത്തേക്ക് g/5 കേട്ടോ. ഇത് ഓപ്ഷൻ സി ആണ്. എളുപ്പമല്ലേ ഇത്? നമ്മൾ സോൾവ് ചെയ്ത ഫ്രീ ബോഡി ഡയഗ്രാംസ് വെച്ച് ചെയ്യുന്ന എല്ലാ ആൾക്കും അറിയാം ഇങ്ങനെയുള്ള ഈ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ. നമ്മളവിടെ ടെൻഷനും ആക്സലേഷനും ഒക്കെ ചെയ്തവരാണ്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എളുപ്പമല്ലേ അത്? അടിപൊളി. അടുത്ത ക്വസ്റ്റ്യൻ, അവർ ഫൈനൽ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ചെയ്യണേ. ഇപ്പോൾ 3 blocks with masses m, 2m, 3m are connected by a string as in figure. After upward force F is applied for 2m, the masses move up with constant velocity. എല്ലാം കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. വാട്ട് ഈസ് എ നെറ്റ് ഫോഴ്സ് ഓൺ 2m? 2mൻ്റെ മണ്ടയിലുള്ള നെറ്റ് ഫോഴ്സ് എത്ര? ഓക്കെ, നിങ്ങൾക്ക് തന്നെ ആലോചിക്കുക. എല്ലാം കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. കൂടുതലത് ചെയ്ത് നശിപ്പിക്കുകയൊന്നും വേണ്ട. അപ്പോൾ സോൾവ് ചെയ്ത് അതിനെ തുലയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. നെറ്റ് ഫോഴ്സ് എത്ര? 0. അപ്പോൾ എല്ലാം കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആക്സലേഷൻ എത്ര? 0. അപ്പോൾ ഫോഴ്സ് എത്ര? 0. ആൻസർ ഏതാണ്? സി ആണ്. ഓക്കെ അല്ലേ? അടിപൊളിയല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആണ് എൻ്റെ ആൻസർ. അങ്ങനെ ലോസ് ഓഫ് മോഷൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് തീർന്നിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? ക്വസ്റ്റ്യൻസ് നല്ല സ്ട്രോങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എനിക്കറിയാം. ചെയ്തേ പറ്റൂ. ഓക്കെ, കാരണം ഇത് നമ്മൾ സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രം എടുത്ത് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ നല്ല ക്വസ്റ്റ്യൻസ് ചെയ്താലേ നമുക്ക് ഉപയോഗം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു ചാപ്റ്ററുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.